കിടിലമായിരുന്നു, കിടിലം വൈബായിരുന്നു. കാരണം 2005 തൊട്ടേ ഈ ഫസ്റ്റ് പടം സൂര്യയുടെ കണ്ടത് ഇതായിരുന്നു. അപ്പോൾ ഇത് തിയേറ്ററിൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നല്ല വൈബായിരുന്നു. കാരണം പാട്ടായാലും നമുക്ക് എല്ലാം കാണാപ്പാടമായ പാട്ടും ആൽബം ഒക്കെ ആയിരുന്നു. അപ്പം ഭയങ്കര വൈബായിരുന്നു. റീ റിലീസുകൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വിജയ് ഒന്നിറങ്ങി, സൂര്യ ഒന്നിറങ്ങി, അടുത്ത വിജയുടെ ഒരു പടം അടുത്ത ആഴ്ച ആയിരുന്നത്. അപ്പോൾ ഇനി അടുത്ത ഏതൊരു പടം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഇനി 7 വരവ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ കാക്ക അങ്ങനെ അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. നല്ല രസമുണ്ടായിരുന്നു, നല്ല ക്രൗഡായിരുന്നു. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ഫുള്ളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഓളത്തിന് കാണാൻ പറ്റിയില്ല? നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട്? ആ മ്യൂസിക് ഒക്കെ എങ്ങനെ രണ്ട് എല്ലാവരും നല്ല എൻജോയ് ചെയ്തു. ഹാരിസിന്റെ മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊല്ലത്തുനിന്ന് വന്നതാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, ഗുഡ്. നമുക്കിപ്പം ഒരു 10-12 വർഷം മുമ്പത്തെ പടമല്ലേ, കുഴപ്പമില്ല. 20 വർഷം അല്ലേ? സെറ്റായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ഞാൻ അതിന് വേണ്ടി വന്നതാണ്. ഞാൻ ഭയങ്കരമായിട്ട് മറക്കൂല എക്സ്പീരിയൻസ്. നന്നായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം തിയേറ്ററിൽ കാണാൻ പറ്റുന്ന പടം തിയേറ്ററിൽ കാണാൻ ഭയങ്കര സന്തോഷം. കാര്യം പണ്ട് തൊട്ടുള്ള ആഗ്രഹം ഇങ്ങനെയുള്ള സിനിമ കാണണം. ഇനി അടുത്ത ഇന്ത്യനുണ്ട്, കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പണ്ട് കണ്ട അതേ ഫീൽ തന്നെ, സെയിം ഫീൽ വീണ്ടും കാണാൻ തോന്നുന്നു. വീണ്ടും തിയേറ്ററിൽ അടിപൊളിയാണ്. പാട്ടുകളായാലും 4K ക്ലാരിറ്റി ആയാലും എല്ലാം സൂര്യ അങ്ങ് നിറഞ്ഞിരിക്കും സ്ക്രീനിൽ. അടിപൊളി. അടുത്ത ഏതൊരു പടം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അടുത്തിന് 7-6 പറഞ്ഞു. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുറെ കാലത്തിന് ശേഷം കണ്ടില്ലേ, അതും തിയേറ്ററിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? എന്തായാലും വ്യത്യാസം തോന്നിയിട്ടാണ് സംഭവം? വ്യത്യാസമായിട്ട് മൊത്തം ഒരു ആഘോഷം ഫീലായിരുന്നു. നമ്മൾ ടി-വിയിലല്ലേ കണ്ടിട്ടുള്ളൂ. പടം തിയേറ്ററിൽ കാണാൻ ഒരു ഓളമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെ നല്ല ഓളമായിരുന്നു, നമുക്കറിയാമല്ലോ. പിന്നെ ഒന്നുകൂടെ കാണണം. ഞങ്ങൾ തിയേറ്ററിലൊന്നും കണ്ടിട്ടില്ല, അപ്പോൾ നല്ല എക്സ്പീരിയൻസ്. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എന്താണ് പറയാനുള്ളത്? സൗണ്ട് ക്വാളിറ്റി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ വ്യത്യാസം എന്താ പറയുന്നത്? സൗണ്ട് ക്വാളിറ്റി ഒക്കെ കൊള്ളായിരുന്നു. സെലിബ്രിറ്റി മൂഡായിരുന്നു. സൂര്യ ഫാൻസിന് ഇഷ്ടപ്പെട്ടു. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? റിവ്യൂ പറയാൻ ഒന്നുമില്ല. നമ്മളെല്ലാം കണ്ട പടം തന്നെയാണ്. പക്ഷേ തിയേറ്ററിൽ ഫസ്റ്റ് ടൈം ഞാൻ ഈ പടം ഇറങ്ങിയ സമയത്ത് നമുക്കൊന്നും തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റും. പക്ഷേ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്. ആ പടം, ആ പണ്ടത്തെ സൂര്യ ആ ഒരു ഇമോഷൻ നമുക്ക് അത്രയ്ക്ക് ഇതായിട്ട് വരണുണ്ട്. ഒന്നും പറയാനില്ല, പൊളി. ഇപ്പൊ ഞാൻ റിലീസിന് കണ്ട പടം ഇത് കൊല്ലത്ത് ഇപ്പൊ കണ്ടപ്പോൾ വളരെ ഹാപ്പി, സൂപ്പർ. എന്താണ് എടുത്തു പറയാനൊരു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു തിയേറ്ററിൽ വൈബ്? തിയേറ്റർ വൈബ്, അത് ഡാൻസ് കണ്ടല്ലേ, പാട്ട് ഡാൻസ് കളിക്കുന്നത്. ഇനി അടുത്ത ഏത് പടം കാണാനാണ് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ വാരണായിരം ഓൾറെഡി കഴിഞ്ഞതാ. നെക്സ്റ്റ് ഏത് പടം എനിക്ക് കിട്ടുന്നില്ല.